Really don't know what is next. Feels like wasted 2 year on this, and this is not at all my path. And ഇതിൽ നിന്ന് ഒരു കോഴ്സ് പോലും കിട്ടുമെന്ന് ഒരു ഹോപ്പുമില്ല. കുറേ ഉഴപ്പിയ പോലെ തോന്നുന്നു. റിഗ്രഷൻ, പെയിൻ, പാരൻസിൻ്റെ ഹോപ്പ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ, എവ്രിബഡി അറൗണ്ട് മീ ട്രൈങ് ടു മോട്ടിവേറ്റ് മീ. But the very next second, all of that disappear and negative thoughts rushing and can't do anything properly. I don't know if this will reduce my tension or not, but feels like writing this here. Growing up, I never thought my life would be like this, and a single exam can affect me like this. ആൻഡ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എനിക്കെന്താ പ്രാന്തായെന്ന്. അല്ല, എൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻ്റാണിത്. ആൻഡ് എൻ്റെ അതേ അവസ്ഥ ഇത് വായിച്ചപ്പോൾ ഇത് ഞാൻ തന്നെയാണോ എഴുതിയിട്ട് ഇവിടെ ഇട്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ആ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ചില സമയത്ത് നമുക്ക് ഫീൽസ് ലൈക്ക് വേസ്റ്റഡ് മോർ ദാൻ 2 years or 3 years. ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര വർഷമാണ് വേസ്റ്റ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ എനിക്കും തോന്നാറുണ്ട്. എപ്പോഴാണ് ഇതിൽ കയറുക. ആൻഡ് ചില സമയത്ത് ഇതൊരു ലൂപ്പായിട്ട് തോന്നും. ആൻഡ് ചില സമയത്ത് ഞാൻ ആരാ, ഇതിന് മുമ്പ് ഞാൻ വേറെത്തിനൊരു ഞാനായിരുന്നു. പറയുന്ന സമയത്ത് വട്ടാണെന്ന് തോന്നും, പക്ഷേ ഇതിന് മുമ്പ് വേറൊരു ഞാനായിരുന്നു. ഇപ്പോൾ ഞാൻ ആരാ എന്നുള്ളത് എനിക്കെന്നറിയില്ല. ആൻഡ് ലോസ്റ്റ് മൈ ക്യാരക്ടർ ആൻഡ് എവ്രിതിങ്. എനിക്കെങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും അറിയില്ല. ആൻഡ് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. ബിക്കോസ് ആരുമില്ല, ഫ്രണ്ട്സില്ല. ഞാനത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട്സ് ഇല്ലാത്തതൊന്നും വലിയ കാര്യമൊന്നല്ല. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഉള്ളൊരു കപ്പാസിറ്റി ഇപ്പം എനിക്ക് വന്നു. ഒറ്റയ്ക്ക് ആണ് എല്ലാം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. അത് വേറെ തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഒരാൾ എപ്പോഴും ചായാനൊരു തോള് വേണമെന്ന് ഒരു ഭയങ്കര നിർബന്ധമുള്ളൊരു വ്യക്തിയായിരുന്നു. ബട്ട് നൗ ഞാനിപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആൻഡ് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ഇവിടെയും ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും ആൻഡ് ഒറ്റയ്ക്ക് ഇവിടെ പോയി സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി എനിക്ക് വന്ന്. അത് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് വന്നു തന്നെയാണ്. ആരുടെയും കാല് പിടിച്ച് നടക്കാറില്ല, ആരുടെയും പുറകെ പോയിട്ട് താങ്ങി നടക്കാറില്ല. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നെയാണ്. ആൻഡ് നിങ്ങളാവാൻ ശ്രമിക്കുക. ആൻഡ് നീറ്റിനെ കുറിച്ച് ഞാൻ ഒരക്ഷരം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എനിക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം തോന്നി, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രം. ആൻഡ് ദെൻ അങ്ങനെ വേസ്റ്റായെന്ന് തോന്നുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ബട്ട് നെഗറ്റീവ് ടു പോസിറ്റീവ് കൺവേർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഐ നോ ദാറ്റ്. അപ്പോൾ കൂടുതൽ പറ്റുന്നില്ലെങ്കിൽ പ്ലീസ് ടേക്ക് മെഡിക്കൽ കൺസൾട്ടേഷൻ. ആൻഡ് ഞാനും എടുക്കുന്നുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഇപ്പോൾ എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേസ്റ്റായെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നാളെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. നാം അനുഭവിക്കാത്തതൊക്കെ കെട്ടുകഥകളാണെന്ന് ചിന്തിക്കുന്ന കുറേ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ പലരും പറയും. അപ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. So all the best. Keep going. Bye.